നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി ക്രിമിനൽ സംഘങ്ങൾ താവളമാക്കിയ മണ്ണൂർ ജയ്ഹിന്ദ് പവർലൂം കെട്ടിടവും പരിസരവും നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. സി മുകുന്ദൻ MLA വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. തൃപ്രാർ ബീച്ച് റോഡിലെ മരോട്ടിത്തോടിന് പരിസരം പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. വിശദമായ വാർത്തകളിലേക്ക്. ഒരു കാലത്ത് 100ഓളം തൊഴിലാളികൾ 2 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇപ്പോൾ ലഹരി സംഘങ്ങളുടെയും ക്രിമിനലുകളുടെയും താവളമാണ്. മണലൂർ തൃക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ജയ്ഹിന്ദ് പവർലൂമാണ് പ്രേതാലയം പോലെ നാട്ടുകാർക്ക് ബാധ്യതയായി കിടക്കുന്നത്. 25 വർഷം മുൻപ് വരെ സഹകരണ സംഘത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നടത്തിപ്പിലെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതേ തുടർന്ന് ജപ്തിയായി. പിന്നീട് വ്യവസായ വകുപ്പ് ഏറ്റെടുത്തു. എന്നാൽ ഇപ്പോൾ സഹകരണ സംഘത്തിൻ്റെയോ ബാങ്കിൻ്റെയോ വ്യവസായ വകുപ്പിൻ്റെയോ കയ്യിലാണോ എന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ അനാഥമായി കിടക്കുകയാണ്. ഒരേക്കറോളം സ്ഥലവും 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന കെട്ടിടവുമുണ്ട്. 50ഓളം നെയ്ത്ത് മെഷീനുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉരുക്കുഭാഗങ്ങളും മോട്ടോറിൻ്റെ ചെമ്പുകമ്പിയുമെല്ലാം സാമൂഹ്യവിരുദ്ധർ കടത്തി വിറ്റു. കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പരിസരവാസികൾക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ ഭയമാണ്. ഇത് മുതലാക്കിയാണ് ലഹരി ക്രിമിനൽ സംഘങ്ങൾ പരിസരം താവളമാക്കിയത്. പോലീസിനെയും എക്സൈസിനെയും പലതവണ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാറില്ല. സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ മാറ്റിയെടുക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജയ്ഹിന്ദ് പവർലൂമിൻ്റെ പ്രതാപകാലത്തെ പോലെ സമീപവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വരുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഇവിടത്തുകാർക്കുണ്ട്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ സി മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. വിവിധ അക്കാദമിക മേഖലകളിൽ പഠന മികവ് പുലർത്തിയവർക്കും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും പുരസ്കാരം നൽകി. മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, ഈ വേദിയിലിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ പുറത്തിറക്കിയിട്ടുള്ള ഈ സുവനീറിൽ നാട്ടിക നിയോജക മണ്ഡലത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ട വികസന പദ്ധതികളുടെ ദീർഘമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിൽ കിഫ്ബി കൂടി വന്നതോടുകൂടി ഭൗതിക വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി കേരളം മാറി. ഒരുപക്ഷെ സാധാരണ ഒരു നിയമസഭാ സാമാജികന് ലഭ്യമാകുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവാക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള 8 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നാട്ടിലെ ഭൗതിക വികസനത്തിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് തിരിച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നതിൽ മത്സരമുണ്ടാകുന്ന വിധത്തിൽ ഞാനത് വായിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നിയമസഭയിൽ ആ പറയും പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി നാട്ടിലേക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ MLA. അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദയാണ്. പക്ഷേ ഭൗതിക സാഹചര്യ വികസനം മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ
ബുദ്ധികേന്ദ്രം മുതൽ അതിൻ്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, PI സജിത, KV മോഹൻദാസ്, ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ PS നജീബ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CK കൃഷ്ണകുമാർ, രാജൻ പട്ടാട്ട് എന്നിവർ നേതൃത്വം നൽകി. 1024 വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ 20 സ്കൂളുകളെയും 40 മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. നാട്യ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ തൃപ്രയാർ ബീച്ച് റോഡിലെ മരോട്ടിത്തോടിന് സമീപം റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തി. മരോട്ടിത്തോടിന് സമീപം പഞ്ചായത്ത് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചതിന് സമീപങ്ങളിലായി പൊതുജനങ്ങളും സമീപവാസികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഴയ തുണികൾ, ചില്ലുകൾ എന്നിവ വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കി ഇട്ടിരിക്കുകയായിരുന്നു. വാർഡംഗം ഐഷ ബിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹരിതകർമ്മസേനാംഗം നസീമ, തൃപ്രയാർ സെൻട്രൽ യൂണിറ്റ് DYFI അംഗങ്ങളായ ജിനോയ്, സോന, അഫ്സൽ, സിമി, രമ്യ, കാർത്തിക്, ഉണ്ണികൃഷ്ണൻ, ജബ്ബാർ എന്നിവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. കാണുന്ന ഈ ഭാഗം നമ്മളുടെ വാർഡിൽ നമ്മളുടെ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ പ്രധാനമായിട്ടും ഏറെക്കുറെ നമ്മളുടെ DYFIയുടെ നേതൃത്വത്തിൽ എന്നും എല്ലാ കൊല്ലത്തിലും ഒരിക്കലെങ്കിലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രധാന ഭാഗമാണ് ഇവിടെ. അപ്പോൾ പൊതുജനങ്ങൾ മാലിന്യങ്ങൾ വളരെയധികം കൂമ്പാരമാക്കിയിരുന്നൊരു സാഹചര്യം വന്നപ്പോൾ നമ്മളുടെ പഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ ശിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. മറ്റിതര മേഖലയിൽ ആരോഗ്യരംഗത്തൊക്കെ നാം കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഉദാഹരണമായി നാം എപ്പോഴും എടുത്തു പറയുന്നത്. എന്നാൽ ആ കേരളം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റത്തിന്റെ വളർച്ചയുടെ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളാണ്. അത് ഓരോ ആളുകളെയും നമുക്ക് എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്തെ നയത്തെ ആക്ഷേപിച്ചുകൊണ്ട് സമരം നടത്തുകയും മുണ്ടശ്ശേരി എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നയപരമായ നിലപാടുകൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നാന്ദിയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. എടമുട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TU ഉദയൻ, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, കരയാമുട്ടം മഹല്ല് ജനറൽ സെക്രട്ടറി PM അബ്ദുൽ ഗഫൂർ, എടമുട്ടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സെക്രട്ടറി ജിതേഷ് കാരയിൽ, നിഷാദ് കൊള്ളി